ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കടുമേനി ടൗണിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേട്ടോ. കടുമേനി ടൗണിലുള്ള മുസ്ലിം പള്ളിയാണ് കാണുന്നത്. പള്ളീൻ്റെ അവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കണം. ഈ കാണുന്ന ഒരു 5 സെൻറ്റ് സ്ഥലം അതിനകത്ത് ഈ ഒരു ബിൽഡിങ്ങും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കടുമേനി ടൗണിലാണ് നമ്മളെ ഒരു പ്ലോട്ട് വരുന്നത്. ഈ ബസ് റൂട്ടുള്ളതാണ്. ബസ് ഇതാക്കണ ചെറുപുഴയ്ക്ക് പോകണമാണ്. ചെറുപുഴ പയ്യന്നൂരൊക്കെ പോകണം. ചെറുപുഴയ്ക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ ആണുള്ളത് കേട്ടോ. പിന്നെ ഇതാക്കണം നമ്മളെ സ്ഥലത്തിൻ്റെ അതിര് ഇതാക്കണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഫ്രണ്ടേജ് അതിര് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിന്നാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം നമുക്ക് ഇത്രയും സ്ഥലം നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഇവിടം വരെയാണ് ഇവിടം വരെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് അതിര് എൻഡ് വരട്ടെ. മൊത്തം 5 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. ഇവിടം വരെയാണ് വരുന്നത്. പിന്നെ ഈ സൈഡിലോട്ട് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ സൈഡിൽ റോഡ് പോകുന്നുണ്ട്. കാരണം അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചീമേനിയിൽ നിന്ന് പാലാവയൽ ഓടക്കല്ലി പോണ റോഡാണ് കേട്ടത്. അതെ, ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് ഈസ്റ്റലരി പഞ്ചായത്തും വില്ലേജ് ചിറ്റാരിക്കൽ അതുപോലെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി നമ്മൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ നിലവിൽ നമ്മളൊരു പ്ലോട്ടിനകത്ത് അതുപോലെ ഒരു ബിൽഡിംഗ് ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വണ്ടികളുടെ ഒക്കെ വർക്ക്ഷോപ്പോ ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെറിയ ഗോഡൗണുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ചെറിയ എന്തെങ്കിലും കടകളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. തുണിക്കട അതുപോലെ മില്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണുന്നത് മുസ്ലിം പള്ളിയാണ്. പള്ളിയോട് ചേർന്നിട്ടാണ്. പിന്നെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി വരുന്നതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അമ്പലങ്ങളൊക്കെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ പള്ളിനോട് ചേർന്ന് അടുത്ത് തന്നെ നടക്കാനുള്ള ദൂരത്തിൽ ഒരു വീട് വെച്ച് താമസിക്കണമെന്നുണ്ടെങ്കിൽ 5 സെൻറ്റ് സ്ഥലമൊക്കെ ആയിട്ട് അതിനകത്ത് ഒരു ചെറിയൊരു വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന സ്ഥലം തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു കോട്ടേഴ്സ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും. ചെറിയ കോട്ടേഴ്സ് ഒരു റൂമുള്ള ചെറിയ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ട്. ഇവരിപ്പോൾ അതിന് മുന്നേ ഇതിനകത്ത് ചെറിയൊരു ബൈക്കിന്റെ വർക്ക്ഷോപ്പ് ആയിരുന്നു ഇതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇതാക്കുന്ന ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാക്കുന്ന ബിൽഡിങ്ങിന് കുറച്ച് വർക്ക് ബാക്കിയുണ്ട്, തേക്കാനും ഒക്കെ ഉള്ള അങ്ങനത്തെ കുറച്ച് വർക്ക് ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ കടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യാം അല്ലേ. ചെറിയ ഹോട്ടലുകളോ അതേപോലത്തെ അങ്ങനെയൊക്കെ അത് നിങ്ങളെ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങളെ മട്ടന്മാർക്കാണ്. പിന്നെ അതിൽ ഇതാക്കുന്ന ബാക്ക് സൈഡിൽ അതിൽ ഈ കെട്ട് കാണുന്നത് തന്നെയാണ്. അതിൽ ബാക്ക് സൈഡിലോട്ട് ഇങ്ങോട്ട് വീടുകളെല്ലാം ഉണ്ട്. അപ്പോളേ ഇങ്ങോട്ട് വന്നാണ് ഇതിപ്പോൾ നമുക്ക് താമസ സൗകര്യത്തിന് ഇതിനകത്ത് ഒരു റൂം നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ. അതിപ്പോൾ റൂമാണ്. അതിനകത്ത് എന്താ ഫുള്ള് മുമ്പ് നമുക്ക് ഇവിടെ വണ്ടികളുടെ വർക്ക്ഷോപ്പായിട്ടാണ് ഇവർ നടത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ താമസ സൗകര്യത്തിന് ഒരു റൂം. പിന്നെ ഇതാക്കണം ഇപ്പുറത്ത് നമുക്ക് അടുക്കളയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്താണ് അടുക്കളയെല്ലാം ഉള്ളത് കേട്ടോ. പിന്നെ തേച്ചൊക്കെ ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് ആവും. നിലത്തിന്റെ പണിയൊക്കെ ഒന്ന് കുറച്ച് വർക്കുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പിന്നെ ഈ ഭാഗത്താണെങ്കിലും മൊത്തത്തിൽ ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു ബാത്റൂമിനുള്ള സ്പേസും ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബിൽഡിംഗ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ എല്ലാം വേണമെങ്കിൽ ഫുള്ള് ഇന്റർലോക്ക് എല്ലാം ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കി കഴിഞ്ഞാൽ അതിനുള്ള ഇതാവും. പിന്നെ വേണമെങ്കിൽ മതിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കെട്ടിപ്പൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളതായിരിക്കും കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലോട്ട് ഇനിയിപ്പോൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ അതിലിതാക്കണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട അതിൽ തന്നെയാണത്. ഒരേ ലെവലിൽ നമുക്ക് റോഡ് വരെ പിന്നെ ഇങ്ങോട്ട് വീടുകളെല്ലാം ഉണ്ട്. മൊത്തത്തിൽ അടുത്ത് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ടൗണിനോട് ചേർന്ന് ഇതേപോലെ ടൗണിൽ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ കിടിലം പ്ലോട്ട് തന്നെയാണ് അല്ലേ. മൊത്തം 5 സെൻറ്റ് സ്ഥലമാണ്. അതെ, പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ബോർവെല്ലാണുള്ളത്. ബോർവെൽ ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ബോർവെല്ലുള്ളത് കണ്ടില്ലേ. പിന്നെ നമുക്ക് പള്ളിയിലോട്ടൊക്കെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ജസ്റ്റ് നടക്കാനുള്ള ദൂരം ആ കാണുന്നതാണ് പള്ളി. അതുപോലെ തന്നെ അവിടുന്ന് അതിൻ്റെ അപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അമ്പലമൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഷട്ടർ റൂമൊക്കെ ആക്കിയിട്ട് കടകളൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനൊക്കെ പറ്റുന്നത് തന്നെയാണ്. നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 26 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അല്ലേ. പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ അറിയില്ല ഇതേപോലെ ഈ ഒരു ഏരിയയിൽ കടുമേനി ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക അല്ലേ, ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിട്ടിലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ. ബൈ.